2024 ഡിസംബർ മാസം 18 കഴിഞ്ഞു. ഈ വർഷം അവസാനിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, റേഷൻ മസ്റ്ററിംഗ് ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ ഡിസംബർ 25 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ ചെയ്യുക. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ളവർ അപേക്ഷിക്കുക. ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, എല്ലാവരും കാത്തിരിക്കുന്നത് ക്രിസ്മസ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിനാണ്. ഇതുവരെ അത്തരത്തിലൊരു അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഏത് നിമിഷവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 20-ാം തീയതിയോട് കൂടി ആ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ പെൻഷൻ വിതരണമോ തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ 1600 രൂപ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഡിസംബർ 31 വരെയാണ് അതിനുള്ള അവസരം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായി പുതുക്കുന്നതിനുള്ള സമയപരിധി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി 2025 ജൂൺ 14 വരെ നീട്ടിയിട്ടുണ്ട്. 6 മാസം സമയമുണ്ട്. സൗജന്യമായി സ്വന്തമായി പുതുക്കുന്നതിനുള്ള സമയമാണിത്. അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് പ്രത്യേക സമയം പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊന്ന്, ഗ്യാസിൻ്റെ കാര്യമാണ്. ഗ്യാസ് EKYC ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ ഇത് ചെയ്യാം. ഗ്യാസ് ഏജൻസികളിലെത്തിയും ഇത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ചെയ്തില്ല എങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം, അതായത് 2025 ഇത് നിർബന്ധമാക്കിയേക്കാം. അങ്ങനെയെങ്കിൽ പിന്നെ ചെയ്യാത്ത ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി വാങ്ങാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ഫ്രീ ആണെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന നിയമം. ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫൈനാൻഷ്യൽ ഗെയിൻ. ആ രീതിയിൽ തന്നെ നമ്മുടെ ഒരു നടപടി ഉണ്ടാവും. നമ്മളെല്ലാം സുഹൃത്തുക്കളുടേതോ അല്ലെങ്കിൽ അയൽവാസികളുടേതോ അല്ലെങ്കിൽ ബന്ധുക്കളുടേതോ വാഹനങ്ങൾ അത്യാവശ്യത്തിന് എടുത്തു പോകുന്ന ആളുകളാണ്. എന്നാൽ അത് നിയമവിരുദ്ധമാണ് എന്നാണ് നമ്മുടെ ഗതാഗത കമ്മീഷണർ CH നാഗരാജു പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണത്തിനിടയായ വാഹനാപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് ഗതാഗത കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. പണയത്തിനോ സൗജന്യമായോ മറ്റൊരാളുടെ വാഹനം വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് വാടകയ്ക്ക് എടുത്തതാണ് എന്ന് കണക്കാക്കി പിഴ ചുമത്തും എന്നാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഏറെ ഉള്ള സ്ഥലത്ത് പ്രവാസികൾ സ്വന്തമായിട്ട് വാഹനം എടുത്ത് വീടുകളിൽ ഇടാറുണ്ട്. അവരുടെ പ്രായമായിട്ടുള്ള അച്ഛനെയോ അമ്മയെയോ മറ്റൊരാളുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ അവരുടെ വീട്ടുകാരുടെ ആവശ്യത്തിനോ സഹായത്തിന് അയൽപക്കത്തു നിന്ന് ഒരാളെ ഡ്രൈവറായി വിളിക്കാറുമുണ്ട്. അതിനൊക്കെ ഒരു തടസ്സം വരും. അതുപോലെ തന്നെ ലീസിന് വാഹനങ്ങൾ എടുക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നാണ് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ പിഴ ചുമത്തും എന്നാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. വാഹനം ഓടിക്കുന്ന കേരളീയർക്കെതിരെ പിഴ ചുമത്താനുള്ള പുതിയൊരു തീരുമാനം കൂടിയാണ് ഇത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. 70 കഴിഞ്ഞവർക്ക് വരുമാന പരിധിയില്ലാതെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച് രജിസ്ട്രേഷൻ ആരംഭിച്ചതല്ലാതെ മാർഗരേഖ പുറത്തിറക്കാതെ കേന്ദ്ര സർക്കാർ. ഇതോടെ പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനത്തും അനിശ്ചിതത്വം കനക്കുകയാണ്. വിഹിതം എത്രയാണ് എന്ന് കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന കാരുണ്യക്കുള്ള കേന്ദ്ര സഹായം അപര്യാപ്തമായി തുടരുമ്പോഴാണ് മാർഗരേഖയോ കൂടിയാലോചനയോ ഇല്ലാതെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതിലെ തങ്ങളുടെ വിഹിതം കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. വിഷയങ്ങൾ ഉന്നയിച്ചും പദ്ധതിയിൽ വ്യക്തത തേടിയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഇതിൽ അനുകൂല പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അല്ലാത്ത പക്ഷം പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനം കൈക്കൊള്ളേണ്ടി വരും. കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ച് അല്പസമയത്തിനകം തന്നെ പോർട്ടലും മൊബൈൽ ആപ്പുകളും തുറന്നിരുന്നു. സൗജന്യ ചികിത്സയ്ക്കായി നിരവധി പേരാണ് പോർട്ടലിലും ആപ്പിലും രജിസ്റ്റർ ചെയ്ത് കാർഡ് സ്വന്തമാക്കിയത്. എന്നാൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ചികിത്സക്ക് എത്തുമ്പോഴാണ് ഇൻഷുറൻസ് ലഭ്യമല്ല എന്ന വിവരം അറിയുന്നത്. കേന്ദ്ര നിലപാട് വ്യക്തമാക്കാത്തതിനാൽ സംസ്ഥാനത്തിനും ഇക്കാര്യത്തിൽ വ്യക്തത പറയാൻ കഴിയുന്നില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷ കാസ്പ് പദ്ധതി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കാസ്പിൽ പ്രായപരിധിയില്ലാതെ സൗജന്യ ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട്.
പ്രതിവർഷം 1500 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമ്പോൾ വെറും 150 കോടി രൂപ മാത്രമാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത്. 60:40 എന്ന ക്രമത്തിൽ വിഹിതത്തിന് അനുപാതം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും സ്ഥിതി ഇതാണ്. മൊത്തം ചെലവിന്റെ 10% മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. 26 സ്പെഷ്യാലിറ്റികളിലായി 1675 പാക്കേജുകളുണ്ട്. എല്ലാ പാക്കേജിലും ആശുപത്രി ചെലവ്, ഡേ കെയർ, സിറ്റിംഗ് ചാർജ്, ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെ മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 42 ലക്ഷത്തിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളിൽ ഏകദേശം 64 ലക്ഷം പേരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. 70 വയസ്സ് കഴിഞ്ഞവർ 26.84 ലക്ഷം പേരാണ്. ഇവർക്കിനി സൗജന്യ ചികിത്സ ലഭ്യമാകുമ്പോൾ 500 കോടി രൂപ അധികം വേണം. 60% കേന്ദ്രം തരണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കാത്തത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. കാർഡ് എടുത്തു ഇൻഷുറൻസ്, അതായത് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇൻഷുറൻസ് പറഞ്ഞ് കാർഡ് എടുത്തിട്ടും ഈ ഒരു ചികിത്സ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ലഭ്യമാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനുള്ള കാരണമാണ് പറഞ്ഞത്. ഇല്ലാതെ നൽകുന്ന കർഷക വായ്പാ പരിധി 2 ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ്. നേരത്തെ 1,60,000 രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത്. റിസർവ് ബാങ്കാണ് ഈ വായ്പാ പരിധി ഉയർത്തിയത്. ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിലാകും. പണപ്പെരുപ്പവും കൃഷിച്ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം. പുതുവർഷ ദിവസമായ 2025 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിലാകും. 2019 1 ലക്ഷത്തിൽ നിന്നും 1.6 ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ 2 ലക്ഷമാക്കി ഉയർത്തിയത്. മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചെറുകിട നാമമാത്രമായ ഭൂ ഉടമകളായ 86% കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. മൃഗ സംരക്ഷണത്തിനും ഈ വായ്പ ലഭിക്കുന്നതാണ്. ഇത്തരം വായ്പകൾക്ക് 4% പലിശയാണ് വരാറുള്ളത്. ഇതുകൂടാതെ ഈട് നൽകുകയാണ് എങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ്. കർഷകർക്കുള്ള അടുത്ത സന്തോഷ വാർത്ത, കർഷകർക്ക് കൈത്താങ്ങുമായി കൃഷി മന്ത്രാലയം. കാർഷിക ഉപകരണങ്ങൾ 50% വിലക്ക് നൽകാനാണ് കൃഷി മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൃഷി മന്ത്രാലയവും കേരള കാർഷിക വികസന കർഷക വകുപ്പും സംയുക്തമായാണ് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് കർഷകർക്ക് സഹായം നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയായ UB മിഷൻ ഓൺ അഗ്രികൾച്ചർ മെഷീനൈസേഷൻ SMAM പദ്ധതി ഈ വർഷം അംഗീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോടെ യന്ത്രങ്ങളുടെ വില നിലവാരം ഇനി പറയുന്ന രൂപത്തിലാണ്. യന്ത്രങ്ങളുടെ വിലയിൽ 40 മുതൽ 60% സബ്സിഡിയായി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. കർഷക കൂട്ടായ്മകളാണെങ്കിൽ 80% സബ്സിഡിയും ലഭിക്കും. കൃഷിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൂലി കുറക്കാനും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആധുനിക കൃഷി രീതിയിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നിങ്ങളെ സഹായിക്കുന്നതാണ്. കാർഡിയെക്കുറിച്ചും വിലയെക്കുറിച്ചും അറിയുന്നതിനും 7510114400 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന്. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും. ബൈ.